ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് നല്ലൊരു മാംഗോ പാൻ കേക്ക് റെഡിയാക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി പഴുത്ത മാങ്ങ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ഒരു ഫോർക്കോ വിസ്കോ വെച്ച് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർത്തതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി, സൺഫ്ലവർ ഓയിൽ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ പാലും മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. ഈ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പാൻ കേക്കിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുക. കട്ടയൊന്നും ഇല്ലാതെ ഈ രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യമേ അടിച്ചു വെച്ച മാംഗോയുടെ പൾപ്പ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നല്ലപോലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പോറിംഗ് കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ പാൻ കേക്കിൻ്റെ ബാറ്ററിന് വേണ്ടത്. ഇനി നമുക്ക് നേരെ നമ്മുടെ പാൻ കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫ്ലെയിമിലേക്ക് പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോഴേക്കും ഓരോ തവി മാവ് ഇതേപോലെ നമുക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് പതിയൊന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതേപോലെ ചെറിയ ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ടും കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ടൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഈ പാൻ കേക്ക്. അപ്പോൾ ഈ മാംഗോ ഫ്ലേവറിലുള്ള പാൻ കേക്ക് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതായിപ്പോൾ നമ്മുടെ പാൻ കേക്ക്സ് ഒക്കെ എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മാംഗോസ് കട്ട് ചെയ്തത് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ഹണിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.